ഞങ്ങളുടെ സ്ട്രേറ്റ് ടു ഹാർട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്യാസിന്റെ കൺസംഷനിലൊക്കെ വലിയ മാറ്റം വരുത്തുന്ന ആ ഒരു ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് മെസ്സേജസ് ഒക്കെ കിട്ടിയിരുന്നു. ഇത്ര നാളും ചെയ്തു വന്നതൊക്കെ മാറ്റി വെച്ച് ഇനി തൊട്ട് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം അത് മറ്റുള്ളവർക്ക് ശരിക്കും അത് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമില്ല. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ മിസ്സായവരുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും കേട്ടോ. മിസ്സായി കഴിഞ്ഞാൽ വീഡിയോ കണ്ടിരിക്കണം നിർബന്ധമായിട്ടും. കാരണം ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഒക്കെ നിങ്ങളുടെ ഗ്യാസിന്റെ കൺസംഷൻ ഒക്കെ എത്ര നാളാണോ നിൽക്കാറുള്ളത് അതിനെക്കാട്ടിലും ഒരുപാട് വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്കത് കാണാം. ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കാൻ മാത്രമല്ല കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോ ഇന്നത്തെ നമ്മുടെ പുതിയ പുതിയ അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതിന്റെ ഒപ്പം തൊട്ടപ്പുറത്ത് ഒരു ബെൽ ഐക്കൺ കാണും. അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലത്തെ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് ഈ രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കടിയാണ് കേട്ടോ. അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവൂല്ലേ, നമ്മുടെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും, തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും. നമ്മുടെ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള നമ്മുടെ ഒരു പക്കോറയാണ്. നല്ല മൊരമൊരാന്നിരിക്കുന്ന പക്കോറ. അപ്പൊ പക്കോറ എന്ന് പറയും ചിലവര്. നമ്മുടെ നാട്ടിൽ കുറെ പേര് ബജ്ജി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലേ ഈ ഒരു ഉരുളൻകിഴങ്ങിന്റെ ബഡ്ജറ്റ്. നമ്മൾ നോർമലി എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇവിടെ അടുത്ത് നമ്മുടെ നോമ്പിന്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ, റമദാന്റെ നോമ്പിന്റെ സമയത്ത് ഇവിടെ അടുത്തൊരു ഗുജറാത്തിയുടെ ഹോട്ടലുണ്ട്. അപ്പൊ അവിടെ നിന്ന് നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ ഉരുളൻകിഴങ്ങിന്റെ പക്കോറ കിട്ടും. ആ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനൊക്കെ ഇപ്പൊ ശരിക്കും മിസ്സാവുന്ന ഒരു പക്കോറയാണത്. അപ്പൊ ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട്, ഇതൊരു അഡിക്ഷൻ മാതിരിയാണ് ആക്ച്വലി. സ്ഥിരമായിട്ട് ഇങ്ങനെ മേടിച്ചു കഴിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഒരു റെസിപ്പിയുടെ പിന്നിൽ എന്താണ് ഇതിന്റെ രഹസ്യം? അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അവരുടെ ഒരു പക്കോറ എന്ന് പറയുന്നത്. അപ്പോ അവസാനം നടന്ന് എനിക്ക് ആ ഒരു റെസിപ്പിയുടെ രഹസ്യം പിടികിട്ടി. അപ്പൊ അത് അതൊരു വയസ്സായ ആളാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കണത്. അപ്പൊ ഉറപ്പായിട്ടും എനിക്ക് എപ്പോഴും ഒരു വിശ്വാസം, വയസ്സായവരുണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആളുടെ തന്നെ ആ ഒരു റെസിപ്പി കിട്ടി. വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നോർമലി അവരങ്ങനെ പറഞ്ഞു തരില്ലല്ലോ, നമുക്ക് റെസിപ്പികളൊന്നും പറഞ്ഞു തരില്ല. അവരുടെ ഒരു സീക്രട്ട് ഇതല്ലേ. അപ്പൊ പക്ഷെ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞു തന്നു. മാത്രമല്ല അതിന്റെ ആ ഒരു ക്രിസ്പിനെസിന്റെ ടിപ്പ് കൂടി പറഞ്ഞു തന്നു. അപ്പൊ ഈ ഒരു ടിപ്പ് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ബാക്കി എല്ലാ സ്നാക്സിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, അതിന്റെ ഒരു ക്രിസ്പിനെസ് നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും വൈകിക്കാണ്ട് ഇവരുടെ ഈ ഒരു പൊട്ടറ്റോ പക്കോറയുടെ രഹസ്യം എന്താണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. നോക്കാല്ലേ എങ്ങനെയാണ് ഈ ഒരു പൊട്ടാറ്റോ പക്കോറ, അല്ലെങ്കിൽ കുറെ പേര് പക്കോട എന്ന് പറയും, വേറെ കുറെ പേര് ബജ്ജി എന്ന് പറയും, പല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കിയിരിക്കണേന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ പുറംഭാഗത്തെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ, കുറെ നേരം നീണ്ടു നിൽക്കട്ടെ. അതുമാതിരി ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ നോർമലി നമ്മൾ ഉണ്ടാക്കി വരുന്ന ബജ്ജീനെക്കാട്ടിലും ടോട്ടലി ഡിഫറെന്റ് ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞുള്ളത് എനിക്കൊരു ഗുജറാത്തി റെസ്റ്റോറന്റിൽ നിന്നാണ് ഈ ഒരു റെസിപ്പി കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ സ്പെഷ്യൽ ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് ഫുൾ ആയിട്ട് കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടൊന്ന് വരാം. അങ്ങനെ ഞാൻ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം ഇതുപോലെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്ത് കാണിക്കേണ്ടത് ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാനിത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ സ്ലൈസർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സ്ലൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നോർമലി നമ്മുടെ കത്തി വെച്ചിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഇത് വെള്ളത്തിലിരിക്കട്ടെ കുറച്ചു നേരം. ഇത് മാറ്റി വെച്ചിട്ട് ആ ഒരു നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു ഫുൾ ഗ്ലാസ് കടലമാവാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പൊ അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ സ്നാക്സിലും നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യൂല, എന്തിനു വേണ്ടിയിട്ടാ? ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ വറ്റൽമുളക് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പൈസ് ലെവലൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കട്ടെ. ഞാനിത് കുട്ടികൾക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് സ്പൈസസ് ആഡ് ചെയ്യണത്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ അയ്മോദകമാണ് കേട്ടോ, അജ്വൈൻ അയ്മോദകം നമുക്ക് ആഡ് ചെയ്യാം. അത് വയറിനൊക്കെ ഭയങ്കര ബെസ്റ്റ് ആണ്.
എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ പച്ചമുളകില്ലേ, അത് ഭയങ്കര ചെറുതാക്കി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് 1/2 ടീസ്പൂണോളം പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബാറ്റർ ആക്കി എടുക്കണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ 1/4 ഗ്ലാസ് മതി. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇവിടെയാണ് പലപ്പോഴും നമുക്കൊക്കെ തെറ്റ് പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളം ആഡ് ചെയ്യേണ്ടത്, ആ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി അവിടെയാണ് നമുക്ക് പലർക്കും തെറ്റ് പറ്റാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതാ ഇങ്ങനെ ഇരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ ഈ ഒരു കട്ടി വേണം നമ്മുടെ മാവിന്, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോട്ടിംഗ് നമ്മുടെ ഈ ഒരു പക്കോറയ്ക്ക് കിട്ടുള്ളൂ. ഇനി നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോന്റെ സ്ലൈസില്ലേ, അത് നമുക്കൊന്നെങ്കിൽ തുണിയിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. അപ്പൊ അതാ കണ്ടില്ലേ നമ്മുടെ പൊട്ടാറ്റോ സ്ലൈസിലെ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് ഞാൻ ആ ടിപ്പ് ഇവിടെ പറയാൻ പോണത്. ആക്ച്വലി ഞാൻ ഈ ടിപ്പ് കേട്ടപ്പോണ്ടല്ലോ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ട, കാരണം എനിക്ക് ഇങ്ങനെ ഒരു ടിപ്പിനെ കുറിച്ച് നേരത്തെ അറിയണേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കടകളിലൊക്കെ അപ്പൊ ഈ ഒരു സ്നാക്സിന്റെ ക്രിസ്പിനെസ് നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു തരുന്ന ഒരു സംഭവം ഇതാണെന്ന്. വേറെ ഒന്നല്ല, നമ്മുടെ ചൂടായ എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ സ്നാക്സ് ഒക്കെ ആ ഒരു ക്രിസ്പിനെസ്, അതിന്റെ ക്രിസ്പിനെസ് ഒക്കെ വളരെയധികം നേരം നീണ്ടു നിൽക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് കാണുമ്പോഴായാലും മനസ്സിലാവും, നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോഴായാലും വളരെയധികം മനസ്സിലാവും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ സ്ലൈസ് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചുടുചുടാ മുറുമര പൊട്ടാറ്റോ പക്കോറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനിതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ടിപ്പ് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആവും. നിങ്ങൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അത് ട്രൈ ചെയ്യാവുന്നതുള്ള. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൗണ്ട് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ട് നോക്കിട്ടോ. അപ്പോ എല്ലാവരും കേട്ടില്ലേ ആ ഒരു സൗണ്ട്? സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇവൺ അതിന്റെ ടെക്സ്ചർ ആയാലും അതിന്റെ ഒരു ഫ്ലേവർ ആയാലും സംഭവം അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്യുക. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും മെസ്സേജസും ഒന്നും അയക്കാൻ മറക്കരുത്.